friends, welcome Techboy YouTube channel പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് മൊബൈൽ വീഡിയോ എഡിറ്റർ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മൊബൈലിൽ നമുക്ക് ഫ്രീ ആയിട്ട് പക്ഷേ നമുക്ക് ക്രോമാ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല. എന്നാലും അടിപൊളി ഒരു മൊബൈൽ സോഫ്റ്റ്വെയർ തന്നെയാണിത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ തപ്പി നല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പ്രോ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബെസ്റ്റ് മൊബൈൽ വീഡിയോ എഡിറ്റർ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ തുറക്കുക. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇൻഷോട്ട്. അപ്പോൾ ബെസ്റ്റ് ഫ്രീ എഡിറ്ററാണ്. അപ്പോൾ നമുക്കിത് പ്രോ ആയിട്ട് മോർ ഫീച്ചറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോയി കയറുന്ന ലിങ്കിൽ നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുക. ഇല്ല ഫ്രീ മതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻഷോട്ട് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആണോ ഫോട്ടോ ആണോ, വീഡിയോയ്ക്കാണോ ഇതിന് പ്രാധാന്യം. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത ഡ്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ ന്യൂ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇൻട്രോ ആണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ ഇൻട്രോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ അതിന് ഇപ്പോൾ ഞാൻ ക്യാൻവാസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോ ഫ്രെയിമോ, അതായത് ഇൻസ്റ്റാഗ്രാമിലിടാനോ നിങ്ങൾക്ക് ഇവിടെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ ഇവിടെ ചെയ്യാം. എന്നിട്ട് സൂം ഔട്ടും സൂം ഇന്നും ഒക്കെ നമുക്ക് ഇതിൽ കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാനാണ്. മ്യൂസിക് ആഡ് ചെയ്യാൻ നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആഡ് ട്രാക്സ് എന്ന് അതിൽ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈ മ്യൂസിക് എന്ന ആപ്ലിക്കേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് അവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് എത്ര ഭാഗമാണോ കേൾക്കേണ്ടത് അത്രയും ഭാഗം നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വോളിയം അതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് വോളിയം നമുക്കവിടെ ചെയ്യാം. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാം. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ സ്ഥലം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വലുതും ചെറുതുമാക്കാം, അതായത് നീളമുള്ളത്. അപ്പം മോർ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് വീഡിയോ എഡിറ്റർ ഫോട്ടോ എഡിറ്ററും കൂടിയാണിത്. ഫോട്ടോ എഡിറ്റിങ്ങിന് അത്ര പേര് കേട്ടതല്ലെങ്കിലും വീഡിയോ എഡിറ്റിങ്ങിന് ഭയങ്കര പേര് കേട്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഇത് 100 മില്യൺ അതായത് 10 കോടി പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിവിടെ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് ബട്ടൺ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ അടുത്ത് സ്റ്റിക്കർ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഇവർ സ്റ്റിക്കർ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സ്റ്റിക്കർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമോജി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇമോജി ആഡ് ചെയ്യാം. അടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പ്രോയിലേക്ക് കിട്ടുള്ളൂ. ഈ പൂച്ചയുടെയൊക്കെ എഫക്റ്റ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രോയിലേക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ലിങ്ക് കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ മോർ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. അടുത്ത് നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിന് കളർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോണ്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വലിപ്പമാക്കണം നമുക്ക് കൈ കൊണ്ട് ചെയ്യാതെ ഇവിടെ തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ എത്ര സ്പേസ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അടുത്ത് ഇതിൻ്റെ അനിമേഷനാണ്. നിങ്ങൾക്ക് അനിമേഷനൊക്കെ ഇത്രയും ഇവർ തരുന്നുണ്ട്. ഔട്ടും ഇന്നും നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മോശം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നാത്തത് നമ്മുടെ ക്രോമാക്കി ഇല്ലാത്തത് തന്നെയാണ്. ക്രോമാക്കി ഇല്ലാത്തത് വളരെ എന്തോ ഒരു അടി പോലെ ആയിപ്പോയി.
അപ്പോൾ എന്തായാലും ക്രോമാക്കി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് നമ്മുടെ ഫിൽറ്ററാണ് നമുക്ക് നോക്കുന്നത്. ഇഷ്ടമുള്ള ഫിൽറ്റർ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം. ഓക്കെ, അടുത്ത് ഞാനിവിടെ പ്രീ കട്ടാണ് എടുക്കുന്നത്. പ്രീ കട്ട് നിങ്ങൾക്ക് സൈസിൻ്റെ കട്ടിംഗ് ആണ് നമുക്ക് നോക്കുന്നത്. പിന്നെ സ്പ്ലിറ്റിംഗ് ആണ്. സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എന്ത് വേണോ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഡിലീറ്റ് ആണ്. ഡിലീറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ക്രോപ്പ്, സ്പീഡ്, ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ സ്പീഡൊക്കെ നിങ്ങൾക്ക് വളരെയധികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 2 സെക്കൻഡൊക്കെ എന്ന് വരുന്ന ഇതിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. ഭയങ്കര കട്ട സ്പീഡിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ ഫ്രീസ് ചെയ്ത ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ പഠിച്ചോളും. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീടൊന്നുമല്ല, ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള ഇതുപോലത്തെ വീഡിയോകൾ കിട്ടാനായി ടെക്ബോയ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.